ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിൽ AK ബാലനെ ന്യായീകരിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രി മാത്രമല്ല മന്ത്രി വി ശിവൻകുട്ടി കൂടി രംഗത്ത് വന്നിരിക്കുന്നു. മാറാട് വിഷയം വീണ്ടും ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വേണ്ടിയല്ല, വർഗീയ കലാപങ്ങളുടെ പേരിൽ താൽക്കാലിക രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് ശരിയല്ലെന്ന് കോൺഗ്രസിനെ മന്ത്രി വിമർശിക്കുകയും ചെയ്തു. എന്നാൽ വിവാദ പരാമർശത്തിൽ പ്രതികരിക്കാൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തയ്യാറായിട്ടില്ല. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. രാജ്യത്ത് നടക്കുന്ന പല സംഭവവികാസങ്ങളും വർഗീയ കലാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവവികാസങ്ങളൊക്കെ ഏത് കലാപമായിരുന്നാലും നമ്മൾ നോക്കിയാൽ അതൊരു വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഭൂരിപക്ഷ വർഗീയതയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പം ന്യൂനപക്ഷ വർഗീയതയായിരുന്നാലും ഭൂരിപക്ഷ വർഗീയതയായിരുന്നാലും ഒരേ രൂപത്തിൽ സമൂഹത്തിന് ആപത്താണ്. നമ്മുടെ കേരളം മതമൈത്രിയുടെയും ഒക്കെ തരം നാടാണ്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർ താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി അത്തരം ഒരു വർഗീയ കലാപങ്ങളൊക്കെ തന്നെ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുൻകൂർ ധാരണയോടുകൂടി മാത്രമേ പ്രവർത്തിക്കാൻ വേണ്ടി പാടുള്ളൂ. അതാണ് ബാലനും ഇവിടെ സൂചിപ്പിച്ച കാര്യം. അതാണ് തന്നെ മുഖ്യമന്ത്രി സൂചിപ്പിച്ച കാര്യം. ജെയ്സൺ ചാമോളപ്പിലും റഹീസ് റഷീദും നമുക്കൊപ്പമുണ്ട്. ആദ്യം ജെയ്സണിലേക്ക്. ജെയ്സൺ, ഇപ്പോൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇന്നിപ്പോൾ ബിനോയ് വിശ്വത്തോട് നമ്മളുടെ പ്രതിനിധി ചോദിക്കുന്നുണ്ട്, ഈ ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിൽ എന്താണ് പ്രതികരണം? പ്രതികരിക്കാതെ ഇടതുമുന്നണി യോഗത്തിലേക്ക് കയറിപ്പോവുകയാണ് CPI നേതാവ് ചെയ്തത്. എന്നാൽ മന്ത്രി വി ശിവൻകുട്ടി AK ബാലനെ തള്ളുന്നുമില്ല. ജെയ്സൺ ചാമോളപ്പിൽ, മുഖ്യമന്ത്രിക്ക് ശേഷം CPIയിൽ നിന്ന് AK ബാലന് കിട്ടുന്ന രണ്ടാമത്തെ പിന്തുണ എന്ന് വേണം ശിവൻകുട്ടിയുടെ പിന്തുണയെ കരുതാൻ. പാർട്ടിയും ഈ ജില്ലാ കമ്മിറ്റിയിലെടുത്ത നിലപാട് പക്ഷേ നേരെ തിരിച്ചായിരുന്നു. ഇത്തരത്തിൽ സാങ്കല്പികമായ ചോദ്യത്തിന് സാങ്കല്പികമായ ഉത്തരം പറയുന്നത് ഒരു പാർട്ടി നിലപാടല്ല എന്നതാണ് തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റിയിൽ അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് എടുത്ത നിലപാട്. പക്ഷേ ഇപ്പോൾ ശിവൻകുട്ടിയും AK ബാലനെ പിന്തുണയ്ക്കുകയാണോ ജെയ്സൺ? അരുൺകുമാർ, ശിവൻകുട്ടിയുടെ ഇന്നത്തെ പ്രസ്താവന പ്രധാനമായും AK ബാലനെ തള്ളുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഒരു ഓർമ്മപ്പെടുത്തലാണെന്നതാണ്. മാറാട് കേസുമായി ബന്ധപ്പെട്ട ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ തള്ളണം ഈ പൊതുസമൂഹത്തിൽ, അതൊരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ തന്നെയാണ് ആ പ്രസ്താവന എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിന്റെ സാരാംശം അതാണ്. ഇത് ഓർമ്മപ്പെടുത്തലാണ്, ഇതൊരു വർഗീയമായ രാഷ്ട്രീയമായ ധ്രുവീകരണത്തിനോ ഒരു മുതലെടുപ്പിനോ ശ്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയല്ല അദ്ദേഹം നടത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത് മാത്രമാണ് പ്രധാനമായും AK ബാലൻ ഉദ്ദേശിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം ഇത് മറ്റേതെങ്കിലും കക്ഷികൾ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കരുത് എന്നുകൂടി ഒരു മുന്നറിയിപ്പ് കൂടി ശിവൻകുട്ടി പറയുന്നുണ്ട്. ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നത് പ്രധാനമായും ഇത്തരത്തിൽ ചില രാഷ്ട്രീയങ്ങൾ കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തലാകുന്നു, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നാണ് AK ബാലൻ പറയുന്നത്. അതിനും അപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ വ്യാഖ്യാനത്തിന് പോകേണ്ട. എന്നാൽ ഈ പ്രസ്താവന ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് മറ്റു രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കേണ്ടതില്ല. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ശിവൻകുട്ടി നൽകുന്നത്. അരുൺകുമാർ.